ഇരുളിൻ്റെ മൂകിൽ വീണ മരുമക്കയിൽ ഇറയോൻ്റെ തെളിനു ജോമോദിച്ചുറങ്കിൽ. ഇരുളിൻ്റെ മൂകിൽ വീണ മരുമക്കയിൽ ഇറയോൻ്റെ തെളിനു ജോമോദിച്ചുറങ്കിൽ. പരിശുദ്ധി പേരുത്തുള്ള റബീഉൽ അവ്വൽ 12-നണഞ്ഞല്ലോ കുഞ്ഞിപ്പൂമ്പെയ്തൽ. പൂമതി പാറിൽ പാല് തെളിച്ച് പൂമൈനക്കിളി പാടി മതിച്ച് പോകൃ നിൻ പുതുപിറവി കുറിച്ച്. ഇരുളിൻ്റെ മൂകിൽ വീണ മരുമക്കയിൽ ഇറയോൻ്റെ തേളിനു ജോമോദിച്ചുറങ്കിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. ആനന്ദതുന്ദിലവും ആഹ്ലാദജനികവും പരമപ്രധാനവും പരമപരിശുദ്ധവുമായ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം കൊണ്ടാടുന്ന പ്രഥമ വസന്തം പുണ്യ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇഷ്ടം, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അഭികാമ്യം, പ്രേമം നാം ഉടലെടുക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ഉമ്മത്തിനോട്, തൻ്റെ സമുദായത്തിനോട് ഏറ്റവും കൂടുതൽ അഭികാമ്യവും സ്നേഹവും പ്രേമവും ഉള്ളവനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ കുടുംബത്തെക്കാളും, തൻ്റെ മക്കളെക്കാളും, തൻ്റെ ഭാര്യമാരെക്കാളും, തൻ്റെ കൂടപ്പിറപ്പിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ സഹോദരങ്ങളെ, ഇപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹിൻ്റെ റസൂൽ സ്വഹാബാക്കളോട് ഒരു ദിവസം പറഞ്ഞല്ലോ, സ്വഹാബത്തെ, എനിക്കെൻ്റെ സഹോദരങ്ങളെ ഒന്ന് കാണണം, സ്വഹാബ, എനിക്കെൻ്റെ സഹോദരങ്ങളെ ഒന്ന് കാണണം. ആ സമയത്ത് സ്വഹാബാക്കൾ അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലരെ, ഞങ്ങളങ്ങയുടെ സഹോദരങ്ങളല്ലയോ? ഞങ്ങൾ അങ്ങയുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ഞങ്ങളെ എപ്പോഴും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നബിയെ, ഇനി ആരാണ് സഹോദരങ്ങൾ? ആ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങളെൻ്റെ സഹോദരങ്ങളല്ല, നിങ്ങളെൻ്റെ സ്വഹാബാക്കളാണ്. അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സ്വഹാബാക്കളാണ്. നിങ്ങൾക്ക് ശേഷം ഒരു സമുദായം വരാനുണ്ട്, നിങ്ങൾക്ക് ശേഷം ഒരു തലമുറ വരാനുണ്ട്. അവരെന്നെ കാണാത്തവരാണ്, അവരെന്നെ കണ്ടിട്ടേ ഇല്ല, പക്ഷേ എന്നോടവർക്ക് വളരെയേറെ ഇഷ്ടവും സ്നേഹവും പ്രേമവുമാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞല്ലോ. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. അവിടെ നിന്ന് പറഞ്ഞു, ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചക്രവാള സീമകളെ നബിയെ, അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്ന ചക്രവാള സീമകൾ ഒന്നും നാം പടയ്ക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ, അതുപോലെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, അങ്ങയെ ഈ ഭൂമി ലോകത്ത് കാരുണ്യത്തിന് വേണ്ടിയല്ലാതെ പടച്ചിട്ടേ ഇല്ല എന്ന് പോലും അവിടെ നിന്ന് പറഞ്ഞെങ്കിൽ, ആ റസൂലിനോടുള്ള സ്നേഹം നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കേവലം റബീഉൽ അവ്വലാവുമ്പോൾ 2 കിലോമീറ്ററോളം നടക്കുന്ന ഘോഷയാത്രകളിൽ പങ്കെടുത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ വിളമ്പിയത് കൊണ്ടോ, ഇതൊക്കെ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ ചില കാഴ്ച വസ്തുക്കൾ എന്നിരിക്കെ, അതിൻ്റെ അപ്പുറമായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സാധിക്കണം. അങ്ങനെയാകണം ഈ വരുന്ന റബീഉൽ അവ്വൽ, അങ്ങനെയാകണം നമ്മുടെ മൗലിദുകൾ, അങ്ങനെയാകണം നമ്മുടെ ഓരോ കാൽച്ചുവടുകൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ മഹ്ശറ എന്ന് പറയുന്നൊരു ലോകമുണ്ട്. നമ്മളെല്ലാവരും മഹ്ശറയിൽ ചെന്ന് നിൽക്കും. താഴെയാണെങ്കിൽ ചെമ്പിൻ്റെ തറ, സൂര്യനാണേ ഒരു ചാണകലെ, വല്ലാത്ത ഭീകരമായ ഘട്ടം. ആ ഘട്ടത്തിൽ നമ്മൾ ഓരോ പ്രവാചകന്മാരുടെ അടുക്കൽ നമ്മൾ കടന്നു ചെല്ലുന്നു. ഓരോ പ്രവാചകന്മാരുടെ അടുക്കൽ നമ്മൾ ആദം നബിയുടെ അടുക്കൽ ചെല്ലുന്നു. ആദം നബിയുടെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ ഇങ്ങനെ പറയുന്നു. യാ ആദം, അല്ലയോ ആദമേ, അല്ലയോ ആദം നബി, അന്ത അബുൽ ബഷർ, അങ്ങ് മനുഷ്യപിതാവാണല്ലോ ആദമേ, അങ്ങയെ അള്ളാഹു ആദ്യമായി പടച്ചതാണല്ലോ ആദമേ, എന്തൊരു അത്ഭുതമാണ് അങ്ങയെ സ്വർഗത്തിൽ പടയ്ക്കുക, ഒരു ഭാര്യയെ ഇണയായിട്ട് നൽകുക.
അങ്ങ് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ആദം നബി, അലാ തറാ നഹ്നു ഫീഹി, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ആദം നബിയെ, ചുട്ടുപൊള്ളുകയാണ് നബിയെ, ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് റബ്ബിനോട് ശുപാർശ ചോദിക്കുമോ, അലാ തശ്ഫഅ ലനാ ഇലാ റബ്ബിക, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചോദിക്കുമോ ആദം നബിയെ. ആ സമയത്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് മറുപടി പറയുന്നത്, അല്ലയോ സമുദായമേ, ഞാൻ തെറ്റ് ചെയ്തവനാണ്, ആ വൃക്ഷത്തിനടുക്കിൽ നിന്ന് പോകരുതെന്ന് റബ്ബനോട് പറഞ്ഞിരുന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്, അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആ കാണുന്ന പ്രവാചകനടുക്കൽ നിങ്ങൾ പോയിക്കൊള്ളുക, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ സഹായിക്കില്ല. ആ സമയത്ത് നമ്മളതാ അടുത്ത പ്രവാചകനടുക്കൽ ചെല്ലുന്നു, മൂസാ നബി അടുക്കൽ ചെല്ലുന്നു, അവരും ഇതുപോലെ നമ്മൾ പറഞ്ഞു വിടുന്നു, ഇബ്രാഹിം നബിയുടെ അടുക്കൽ ചെല്ലുന്നു. ഇബ്രാഹിം നബിയെ പറ്റി നമുക്കറിയാം, ഈ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കാരണം ഇബ്രാഹിം നബിയുടെ പേര് പറയാതെ നിസ്കാരം പോലും ശരിയാവുകയില്ല. അങ്ങനെയുള്ള ഇബ്രാഹിം നബിയുടെ അടുക്കൽ നമ്മൾ പോകുമ്പോഴും അവിടെ നിന്ന് പറയുന്നു, ഇന്നി കുന്തു കദബതു സലാസ കദബ, ഞാൻ മൂന്ന് തെറ്റ് ചെയ്തവനാണ്. അമ്പിയാക്കന്മാർ മാസൂമികളാണ്, അവർ തെറ്റ് ചെയ്യുകയില്ല. പിന്നെങ്ങനെയാണ് ബിംബാരാധകരുടെ മുമ്പിൽ എല്ലാ ബിംബങ്ങളെയും തച്ചുടച്ചിട്ട് വലിയൊരു വിഗ്രഹത്തെ മാത്രം മാറ്റി നിർത്തിയിട്ട് അവരോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതാണ് ഇബ്രാഹിം നബി പറഞ്ഞ ഒന്നാമത്തെ കള്ളം. തൗഹീദിൻ്റെ പ്രചാരണത്തിനായിട്ട് അള്ളാഹു ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി സൂര്യൻ ആകാശത്ത് നിന്ന് ഉദിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെൻ്റെ റബ്ബാണ്. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഹാദാ ലൈസ ബി റബ്ബി, ഇതെൻ്റെ റബ്ബല്ല. ചന്ദ്രൻ ഉദിച്ചപ്പോഴും ഹാദാ റബ്ബി, ഇതെൻ്റെ റബ്ബാണ്. ചന്ദ്രൻ അസ്തമിച്ചപ്പോഴും ഹാദാ ലൈസ ബി റബ്ബി, ഇതൊന്നും എൻ്റെ റബ്ബല്ല, ഇതിനെയെല്ലാം പടച്ച സർവേശ്വരനായ അള്ളാഹ്, അവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഉപാധികൾ. പ്രിയപ്പെട്ടവരെ, ആ മുഹൂർത്തങ്ങളൊക്കെ നാം മനസ്സിലാക്കണം. ഓരോ പ്രവാചകന്മാരടുക്കൽ ചെല്ലുമ്പോഴും എല്ലാവരും നമ്മൾ കൈയൊഴിയുന്നു. അവസാനം നമ്മൾ കടന്നു ചെല്ലുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ അന്ത്യപ്രവാചകൻ പുണ്യ പൂമാൻ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ മുത്ത്, മദീനയുടെ മാണിക്യക്കല്ല്, കഅബയുടെ നൂറായ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ നമ്മളെല്ലാവരും ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. എല്ലാവരും കൈയൊഴിഞ്ഞപ്പോൾ അവസാനം നമ്മൾ ചെന്നെത്തുന്ന ഒരേ ഒരാൾ, ലോകത്തിൻ്റെ നായകൻ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ തല കുനിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അള്ളാഹു അവിടെ നിന്ന് പറയും, നബിയേ ഇർഫഅ റഅസക, അങ്ങയുടെ തല ഉയർത്തി നബിയേ, സൽ, അങ്ങ് ചോദിക്കും നബിയേ, തുഅത, അങ്ങ് ചോദിക്കുന്നത് അങ്ങേക്ക് നൽകപ്പെടും നബിയേ, ഇഷ്ഫ, അങ്ങ് ഷഫാഅത്ത് ചെയ്യും നബിയേ, തുഷഫ, അങ്ങേക്ക് ഷഫാഅത്ത് നൽകപ്പെടും നബിയേ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല ഉയർത്തുകയാണ്. അള്ളാഹുവിനോട് ഒരേ ഒരു കാര്യമാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, ഒരേ ഒരു കാര്യം ചോദിക്കുന്നത് എന്താണ്? അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പാടിയത്, യൗമ യദ്ഉ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമ യദ്ഉ ഖൈറ ഖൽഖിൽ അംബിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ ഖൗമിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നാം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചോദിക്കുന്നു. അള്ളാഹു അവിടെ നിന്ന് പറഞ്ഞു, നബി അങ്ങയുടെ തല ഉയർത്ത് നബിയെ, അങ്ങ് എന്ത് ചോദിച്ചാലും അങ്ങേക്ക് നൽകാൻ നബിയെ. ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുന്നു, ഉമ്മത്തി ഉമ്മത്തി ഖൗമിയ, എൻ്റെ ഉമ്മത്തെവിടെ, എൻ്റെ സമുദായം എവിടെ, എൻ്റെ സമുദായം എവിടെ. ഇതാണ് സഹോദരങ്ങളെ നാം ഈ റബീഉൽ അവ്വലിൽ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ ആരോരുമില്ലാത്ത ഘട്ടത്ത് പോലും, അത് മൗലിദിനെ എതിർക്കുന്നവരാകട്ടെ, നബിദിനം കൂടണ്ട എന്ന് പറയുന്നവരാകട്ടെ, മൗലിദിൽ പങ്കെടുക്കണ്ട, എന്തിനാണ് നബിദിനം ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുന്നവരാകട്ടെ, അവരെപ്പോലും നബിതങ്ങൾ കൈവിടില്ല. അങ്ങനെയുള്ള പ്രവാചകനായ ലോകത്തിൻ്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പുണ്യ വസന്തം, പുണ്യ റബീഉൽ അവ്വൽ ജന്മദിനം നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് അതിലെ ആലാപനങ്ങളും ഗാനാലാപനങ്ങളും കീർത്തനങ്ങളും മൗലിദ് മനാക്കിബുകളും എല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലി ആ മൗലിദിനെ, ആ റബീഉൽ അവ്വലിനെ നമുക്ക് വൻ വിജയമാക്കി തീർക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംസാരവും ഈ കേൾവിയും ആക്കിത്തരട്ടെ എന്ന് മാത്രം നിങ്ങളോട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.